ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റുബീന, സർവേയർ ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. നമ്മളിന്ന് സർവേ സെക്കൻഡ് ഇയറിലെ കോണ്ടൂറിങ്ങിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോണ്ടൂറിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത വാട്ട് ഈസ് കോണ്ടൂർ അല്ലെങ്കിൽ കോണ്ടൂർ മാപ്പ് എന്താണെന്നാണ്. Contour is an imaginary line connecting the point of same elevation or same reducer level എന്നാണ് പറഞ്ഞത്. അതായത് ഭൗമോപരിതലത്തിലെ ഒരേ ഹൈറ്റുള്ള പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു ഇമേജിനറി ലൈനിനെയാണ് നമ്മൾ കോണ്ടൂർ എന്ന് പറയുന്നത്. കോണ്ടൂർ മാപ്പ് എന്ന് പറഞ്ഞാൽ കോണ്ടൂറിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന മാപ്പിനെയാണ് നമ്മൾ കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത്. കോണ്ടൂറിൽ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടെക്നിക്കൽ ടേംസ് ആണ് കോണ്ടൂർ ഇൻ്റർവൽ അതുപോലെ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്നുള്ളത്. കോണ്ടൂർ ഇൻ്റർവൽ ഈസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർ. ഇത് ഒരു മാപ്പിൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുക. അതുപോലെ തന്നെയാണ് ഹൊറിസോണ്ടൽ ഇക്വലൻ്റ്. ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് ഈസ് എ ലീസ്റ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർ. അത് മാപ്പ് ടു മാപ്പ് വേരി ചെയ്തിരിക്കാം. അത് ഒരു നേച്ചറിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് അത് മാറിക്കൊണ്ടിരിക്കാം. Then what are the factor affecting the contour interval? കോണ്ടൂർ ഇൻ്റർവെൽ സെലക്ട് ചെയ്യുന്നതിന് ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫാക്ടർ പറഞ്ഞിരിക്കുന്നത് സ്കെയിൽ ഓഫ് ദി മാപ്പാണ്. സ്കെയിൽ ഓഫ് ദി മാപ്പും കോണ്ടൂർ ഇൻ്റർവെലും റിവേഴ്സ്, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സെക്കൻഡ്, അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് ദി ഫണ്ട്, ഇമ്പോർട്ടൻസി ഓഫ് ദി വർക്ക്, അതുപോലെ തന്നെ നേച്ചർ. ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഫാക്ടർ, അതായത് വാട്ട് ആർ ദ ഫാക്ടർ എഫക്റ്റിംഗ് കോണ്ടൂർ ഇൻ്റർവെൽ. കോണ്ടൂർ ഇൻ്റർവെൽ സെലക്ട് ചെയ്യുന്നതിന് ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ദെൻ വി ആർ ഗോ ത്രൂ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കോണ്ടൂർ. ഒരു കോണ്ടൂറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കുന്നത് സർക്കിൾ ആയിട്ടുള്ള, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ ഓഫ് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹയർ വാല്യൂ ഇൻസൈഡ് ആണെങ്കിൽ അതൊരു ഹില്ലും, ലോവർ വാല്യൂ ഇൻസൈഡ് ആണെങ്കിൽ അതൊരു വാല്യൂയും ആയിരിക്കും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ് ശ്രദ്ധിക്കാനുള്ളത്. റിഡ്ജ് ലൈനെയും വാലി ലൈനെയും കോണ്ടൂർ 90 ഡിഗ്രിയാണ് കട്ട് ചെയ്യുന്നത്. വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിലും ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിലും കോണ്ടൂറിൻ്റെ സ്വഭാവം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് അതിൻ്റെ ബിഹേവിയർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസ് 2 കോണ്ടൂറുകൾ ക്രോസ് ചെയ്ത് വരികയും വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസ് 2 കോണ്ടൂർ കോയിൻസൈഡ് ചെയ്ത് വരികയും ചെയ്യും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത് യൂസ് ഓഫ് കോണ്ടൂർ മാപ്പ്, അതുപോലെ തന്നെ കോണ്ടൂറിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകളെ കുറിച്ചാണ്. സോ നമുക്ക് യൂസ് ഓഫ് കോണ്ടൂർ മാപ്പ് എന്താണെന്ന് നോക്കാം. First point, contour map provide valuable information about the topography of the area, whether it is flat, undulating or mountainous in nature. The nature of the ground surface of the area can be understood by studying contour map. ഒരു കോണ്ടൂർ മാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയ, അതിൻ്റെ ടോപ്പോഗ്രഫി ഫ്ലാറ്റ് ആണോ, അണ്ടുലേറ്റിംഗ് ആണോ, മൗണ്ടിയസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ്, to select the most economical and suitable site for engineering projects such as road, canal, railway line, etc. ഇപ്പോൾ റെയിൽവേ വർക്ക്, റോഡ് വർക്ക് പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സ്യൂട്ടബിളും എക്കണോമിക്കലുമായിട്ടുള്ള ഒരു സൈറ്റ് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കോണ്ടൂർ മാപ്പ് ഉപയോഗിക്കാം. Third point, to determining the capacity of the reservoir, the area of the submergence and the catchment area of the drainage basin. അതുപോലെ തന്നെ ഒരു റിസർവോയറിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ, ഒരു കാച്ച്മെൻറ്റ് ഏരിയേൻ്റെ കാച്ച്മെൻറ്റ് ബേസിൻ്റെ എത്രമാത്രം കാച്ച്മെൻറ്റ് ബേസിൻ കിട്ടും, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കോണ്ടൂർ മാപ്പ് ഉപയോഗിക്കാം. നെക്സ്റ്റ് യൂസ് ആണ് ടു അസർട്ടൈനിങ് ദി ഇൻ്റർവിസിബിലിറ്റി ഓഫ് ദി സ്റ്റേഷൻ. സ്റ്റേഷൻ പോയിന്റുകളുടെ ഇൻ്റർവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്, അതായത് ഒരു സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് മറ്റേ സ്റ്റേഷൻ പോയിന്റ്, അടുത്ത സ്റ്റേഷൻ പോയിന്റ് വിസിബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് കോണ്ടൂർ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. Then to ascertaining the profile of the ground surface along any direction, that is longitudinal and cross section can be drawn at any direction. കോണ്ടൂർ മാപ്പിൻ്റെ സഹായത്തോടു കൂടി ഏതൊരു ഡയറക്ഷനിലുള്ള ലോഞ്ചിറ്റ്യൂഡിനലിൻ്റെയും ക്രോസ് സെക്ഷനും നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പോയിന്റ്, എ സ്യൂട്ടബിൾ റൂട്ട് ഓഫ് ഗിവൺ ഗ്രേഡിയൻറ്റ് ക്യാൻ ബി മാർക്ക്ഡ് ഓൺ ദി മാപ്പ്. മാപ്പിൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, നമ്മൾ റോഡ് വർക്കിനും റെയിൽവേ വർക്കിനും ഒക്കെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് ഫിക്സ് ചെയ്യും. ആ ഗ്രേഡിയൻറ്റ് നമുക്ക് കോണ്ടൂർ മാപ്പിൽ ഫിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്കിന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡാറ്റയായിട്ട് മാറും.
ദെൻ ടു എസ്റ്റിമേറ്റ് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് ദി കട്ടിങ് ആൻഡ് ഫില്ലിംഗ്. എർത്ത് വർക്ക് കട്ടിങ് അതുപോലെ ഫില്ലിംഗ് ഒരു ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ഒരു റൂട്ട് ഫിക്സ് ചെയ്താൽ എത്രമാത്രം കട്ടിങ് ഉണ്ടാവും, എത്രമാത്രം ഫില്ലിംഗ് ഉണ്ടാവും, എർത്ത് വർക്ക് എത്ര ഉണ്ടാവുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് കോണ്ടൂർ മാപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ്, ടു നോ ദി ഡ്രെയിനേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഏരിയ. ഇറ്റ് ഹെൽപ്പ് ടു സെലക്ടിങ് ദി സൈറ്റ് ഓഫ് കൾവേർട്ട്, ബ്രിഡ്ജസ്, ഡ്രെയിനേജ് സിസ്റ്റം എക്സെട്ര. നമുക്കറിയാം ഒരു എല്ലാ ഏരിയയുടെയും ഡ്രെയിനേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഒരേപോലെ ആയിരിക്കില്ല. സോ കോണ്ടൂർ മാപ്പ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രെയിനേജ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏത് രീതിയിലാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ ട്രെയിനിങ് വർക്കുകളുടെ, അതായത് കൾവേർട്ട്, ബ്രിഡ്ജ് പോലുള്ള വാട്ടർ ട്രെയിനിങ് വർക്കുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന യൂസ് ഓഫ് കോണ്ടൂർ ആണ്. എന്താണ് കോണ്ടൂറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് ഒന്നുകൂടി നോക്കാം. ടു ഡിറ്റർമൈൻ ദി കപ്പാസിറ്റി ഓഫ് ദ റിസർവോയറിൻ്റെ കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി, എർത്ത് വർക്കിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലോഞ്ചിറ്റ്യൂണൽ ഏതൊരു ഡയറക്ഷനിലും ലോഞ്ചിറ്റ്യൂണലും ക്രോസ് സെക്ഷനിലും വരക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ടോപ്പോഗ്രഫി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, എക്കണോമിക്കൽ റൂട്ട് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഇൻ്റർവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, ഇതൊക്കെയാണ് മെയിനായി നമ്മൾ കോണ്ടൂർ മാപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി കോണ്ടൂർ മാപ്പ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. Locating of the contours. Location of the contour on a map can be plotted after knowing the horizontal position and vertical elevation of a point. സോ കോണ്ടൂർ മാപ്പിൽ ഏതൊരു പോയിന്റ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് ഡാറ്റ അറിഞ്ഞിരിക്കണം. ഒന്ന് ഹൊറിസോണ്ടൽ പൊസിഷനും അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ വെർട്ടിക്കൽ എലിവേഷനും അറിഞ്ഞിരിക്കണം. The fixing of the horizontal position of a point is known as horizontal control. It can be depending upon the size, shape and importance of the work. It may be carried out by either chain surveying or compass surveying. ഹൊറിസോണ്ടൽ കൺട്രോൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നതിന് ഹൊറിസോണ്ടൽ കൺട്രോൾ എന്നാണ് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ കൺട്രോൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ്, ഷേപ്പ്, ഇമ്പോർട്ടൻസി ഓഫ് ദി വർക്കിൻ്റെ ഇമ്പോർട്ടൻസി, അതുപോലെ തന്നെ ഏരിയയുടെ ഷേപ്പ്, അതുപോലെ തന്നെ സൈസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ പൊസിഷൻ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ ഹൊറിസോണ്ടൽ കൺട്രോളിംഗ് എന്നാണ് പറയുന്നത്, ഹൊറിസോണ്ടൽ കൺട്രോൾ എന്നാണ് പറയുന്നത്. അത് മെയിനായി നമ്മൾ ചെയ്യുന്നത് ചെയിൻ സർവേ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോമ്പസ് സർവേ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അടുത്തത് വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ദ ഫിക്സിംഗ് ഓഫ് ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് എ പോയിന്റ് ഈസ് നോൺ ആസ് വെർട്ടിക്കൽ കൺട്രോൾ. ഇറ്റ് ഈസ് ഡൺ ബൈ ലെവലിംഗ്. നമുക്കറിയാം വെർട്ടിക്കൽ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നതിനാണ്, വെർട്ടിക്കൽ ഹൈറ്റ് ഒരു പോയിന്റിന് ഫിക്സ് ചെയ്യുന്നതിനെയാണ് വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ലെവലിങ്ങിലൂടെയാണ്. സോ ഹൊറിസോണ്ടൽ കൺട്രോൾ, ഹൊറിസോണ്ടൽ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നത് ചെയിൻ സർവേയും അതുപോലെ തന്നെ കോമ്പസും ഉപയോഗിച്ചാണ്. വെർട്ടിക്കൽ കൺട്രോൾ, വെർട്ടിക്കൽ പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിനാണ്, എലിവേഷൻ ഫിക്സ് ചെയ്യുന്നതിനാണ് വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അത് ലെവൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, ലെവലിംഗ് ഓപ്പറേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. Method of contouring. Method of locating the contouring can be done by following two methods: direct method and indirect method. കോണ്ടൂർ ലൊക്കേറ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ്. ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ്, then second indirect method. Direct method of contouring. In the direct method of contouring, the reduced level of the various selected points on the contour line are obtained and their positions are located. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്ങിൽ ചെയ്യുന്നത് ഗ്രൗണ്ട് സർഫസിലെ സെലക്ട് ചെയ്ത ഡിഫറെൻറ്റ് പോയിൻറ്റുകളുടെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കുന്നു. അത് മാപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ദി കോണ്ടൂർ ദെൻ ഡ്രോൺ ബൈ ജോയിനിങ് ദീസ് പോയിൻറ്റ്സ്. ഈ പോയിൻറ്റുകളുടെ റെഡ്യൂസ് ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരേ റെഡ്യൂസ് ലെവലിലുള്ള പോയിൻറ്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇമേജിനറി ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് വെരി അക്യുറേറ്റ് മെത്തേഡ് ബട്ട് ഇറ്റ് ഈസ് സ്ലോ ആൻഡ് ടെഡിയസ്. ഇത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നമ്മൾ ഡയറക്റ്റ് തന്നെ ആ പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ എത്രയാണോ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട കോണ്ടൂർ അത് നമ്മൾ ഗ്രൗണ്ടിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതാണ്. ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് വെച്ച് ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതാണ്. സോ ഇതൊരു വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ബട്ട് വെരി സ്ലോ ആൻഡ് ടെഡിയസ്. വളരെ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഡയറക്റ്റ് മെത്തേഡ്, ബട്ട് ഇറ്റ് ഈസ് വെരി അക്യുറേറ്റ്. Then this method is employed only for the small area where superior accuracy is demanded. നേരത്തെ പറഞ്ഞു ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഒരുപാട് ടെഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, സ്ലോ പ്രോസസ്സാണ്. നമ്പർ ഓഫ് പോയിൻറ്റ്സിൻ്റെ റെഡ്യൂസ് ലെവൽ നമ്മൾ ഫൈൻഡ് ചെയ്ത് ട്രയൽ ആൻഡ് എററിലൂടെ ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ സ്മോൾ ഏരിയയിൽ മാത്രമേ നമ്മളിത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. The method of locating the contour directly consisting of horizontal and vertical control. ഇതിൽ ഡയറക്റ്റ് ആയി നമ്മൾ ഹൊറിസോണ്ടൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നു, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എലിവേഷൻ കണ്ടുപിടിക്കുന്നു. The horizontal control of the small area can be done by means of chain or a tap. Then it may be large and it can be done by compass or theodolite അല്ലെങ്കിൽ പ്ലെയിൻ ടേബിൾ. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ്, ഇത് ചെറിയ ഏരിയ ആണ് നമ്മൾ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ഏരിയ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചെയിൻ ഓർ ടാപ്പ് ഉപയോഗിക്കുക. അതിലും കുറച്ച് ലാർജർ ഏരിയയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കോമ്പസ്, തിയോളൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ടേബിൾ ഇതിനെ ഉപയോഗിച്ച് നമുക്ക് ഹൊറിസോണ്ടൽ പൊസിഷൻ ഫിക്സ് ചെയ്യുക, അതായത് ഹൊറിസോണ്ടൽ കൺട്രോൾ ചെയ്യാം. ദെൻ വെർട്ടിക്കൽ കൺട്രോൾ ഈസ് ഐദർ ഡൺ ബൈ ലെവലിംഗ് ഓർ സ്റ്റാഫ് ഓർ ഹാൻഡ് ലെവൽ മേ ബി യൂസ്ഡ്. വളരെ ചെറിയ ഏരിയയിലാണ് ഹാൻഡ് ലെവൽ ഉപയോഗിച്ച് ചെയ്യാം. കുറച്ചുകൂടി വൈഡ് ഏരിയയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ ഓർ സ്റ്റാഫ് ഉപയോഗിച്ച് ചെയ്യാം. സാധാരണയായി ചെയ്യുന്നത് ലെവൽ ആൻഡ് സ്റ്റാഫ് ഉപയോഗിച്ചാണ്. ഡയറക്റ്റ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. In this method, first a temporary benchmark is established in an area where contouring is to be done by running fly level from the permanent benchmark. നമ്മൾ ലെവലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പെർമനൻറ്റ് ബെഞ്ച് മാർക്കിൽ നിന്നും നമ്മൾ ലെവൽ ചെയ്ത് ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുക. സോ ഫസ്റ്റ് പോയിന്റ് ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പെർമനൻറ്റ് ബെഞ്ച് മാർക്കിൽ നിന്ന് ഫ്ലൈ ലെവൽ ചെയ്ത് ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുക. സെക്കൻഡ്, ദ ലെവൽ ഈസ് സെറ്റപ്പ് അറ്റ് ദി പൊസിഷൻ ഫ്രം ദി മാക്സിമം ഏരിയ ടു ബി വിസിബിൾ. ഒരു മാക്സിമം ഏരിയ വിസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ദ ബാക്ക് സൈറ്റ് ഈസ് ടേക്കൺ ഓൺ ബെഞ്ച് മാർക്ക് ഫ്രം കാൽക്കുലേറ്റഡ് ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് അറിയാം ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഞ്ച് മാർക്കിലേക്ക് ബാക്ക് സൈറ്റ് എടുക്കുക എന്നതാണ്. സോ ഫസ്റ്റ് ബാക്ക് സൈറ്റ് എടുക്കുക, അതിനുശേഷം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കുക. HI ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കുക. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ നമുക്കറിയാം ബെഞ്ച് മാർക്കിനെ റെഡ്യൂസർ ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് അവൈലബിൾ ആകും. Then to locating the position along the particular contour, required staff reading is calculated by subtracting the reducer level from the HA. നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോണ്ടൂറാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് കിട്ടിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് 100 അതായത് 101 ആണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യുന്ന റെഡ്യൂസ് ലെവൽ 100 ആണെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ഏത് റെഡ്യൂസർ ലെവലാണ് ഫിക്സ് ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റാഫ് റീഡിംഗ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആ സ്റ്റാഫ് റീഡിംഗ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിച്ച ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള റെഡ്യൂസർ ലെവൽ മൈനസ് ചെയ്യുക ബൈ സബ്ട്രാക്റ്റിംഗ് ദി റെഡ്യൂസർ ലെവൽ ഫ്രം ദി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ 101 ആണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എങ്കിൽ 100 ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട കോണ്ടൂർ എങ്കിൽ 101ൽ നിന്ന് 100 മൈനസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന സ്റ്റാഫ് റീഡിംഗ് 1. സോ ആ 1 സ്റ്റാഫ് റീഡിംഗ് ഉള്ള പോയിന്റുകളെയാണ് നമ്മൾ ഗ്രൗണ്ട് പോയിന്റിൽ ഗ്രൗണ്ട് സർഫസിൽ ഫിക്സ് ചെയ്യേണ്ടത്. Then the contour points are being located by moving the staff up and down along the slope until the desired staff reading is obtained. നമ്മളിപ്പോൾ മനസ്സിലായ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഏത് കോണ്ടൂറാണോ പ്ലോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ റെഡ്യൂസ് ലെവൽ മൈനസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫ് റീഡിംഗ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ എക്സാമ്പിൾ നമ്മളിപ്പോൾ 1 ആണ് എടുത്തിരിക്കുന്നത്. ആ 1 സ്റ്റാഫ് റീഡിംഗ് കിട്ടുന്നത് വരെ സ്റ്റാഫ് ഫോർവേഡോ ബാക്ക്വേഡോ മൂവ് ചെയ്തിട്ട് ഏത് പോയിന്റിലാണോ 1 സ്റ്റാഫ് റീഡിംഗ് കിട്ടുന്നത് ആ പോയിന്റ് ആയിരിക്കും 1 അല്ലെങ്കിൽ 100 റെഡ്യൂസ് ലെവലുള്ളത്. സോ ആ പോയിന്റ് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യുക. പ്ലോട്ട് ആർ ബി സർവേഡ് ആൻഡ് പ്ലോട്ടഡ് ഇൻ ടു പ്ലാൻ. നമുക്കറിയാം അത് ചെയിൻ സർവേ ഉപയോഗിച്ച് അത് നമ്മളുടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, അതിനുശേഷം പോയിന്റ് പ്ലാനിലേക്ക് പ്ലോട്ട് ചെയ്യുക. ഇത്രയുമാണ് കോണ്ടൂർ ഡയറക്റ്റ് മെത്തേഡിൽ കോണ്ടൂർ ചെയ്യുന്ന പ്രൊസീജിയർ. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പ്രൊസീജിയർ പെർമനൻറ്റ് ബെഞ്ച് മാർക്കിൽ നിന്ന് ഒരു ഫ്ലൈ ലെവൽ ചെയ്ത് ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുക. മാക്സിമം ഏരിയ വിസിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ലെവൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചതിന് ശേഷം ബാക്ക് സൈറ്റ് എടുത്ത് ബെഞ്ച് മാർക്കിലേക്ക് ബാക്ക് സൈറ്റ് എടുക്കുക. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കുക. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കോണ്ടൂറിൻ്റെ റെഡ്യൂസർ ലെവൽ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സ്റ്റാഫ് റീഡിംഗ് കിട്ടും. ആ സ്റ്റാഫ് റീഡിംഗ് വരത്തക്ക രീതിയിൽ സ്റ്റാഫിനെ ഫോർവേഡോ ബാക്ക്വേഡോ മൂവ് ചെയ്ത് അണ്ടിൽ നമ്മൾ ആ കണ്ടുപിടിച്ച സ്റ്റാഫ് റീഡിംഗ് എത്തുന്നത് വരെ ആ സ്റ്റാഫിനെ മൂവ് ചെയ്ത് പോയിന്റ് ഫിക്സ് ചെയ്യുക. അത് പ്ലാനിൽ ചെയിൻ സർവേയോ കോമ്പസ് സർവേയോ ഏതെങ്കിലും ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷൻ കൂടി ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം പ്ലാനിൽ പ്ലോട്ട് ചെയ്യുക. ഇതാണ് കോണ്ടൂർ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ. Direct method by radial line. In this method, contour points are located along the radial line from a common at the center. ഒരു സെൻറ്ററിൽ നിന്ന് കോമൺ ആയി ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്പർ ഓഫ് റേഡിയൽ ലൈൻ റൺ ചെയ്യുക.
ആ ഒരു റേഡിയൽ ലൈനിലാണ് നമുക്ക് കോണ്ടൂർ പോയിന്റുകളെ കണ്ടെത്തേണ്ടത്. നേരത്തെയുള്ള ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തിരിക്കുന്നത് സ്റ്റാഫ് റീഡിംഗ് ഫൈൻഡ് ചെയ്തതിന് ശേഷം സ്റ്റാഫ് റാൻഡമായിട്ട് ഫോർവേഡോ ബാക്ക്വേർഡോ അല്ലെങ്കിൽ സൈഡ്വേർഡോ മൂവ് ചെയ്താണ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നത്. അതിന് പകരം റേഡിയൽ ലൈൻ മെത്തേഡിൽ ഈ റേഡിയൽ സെൻറ്ററിൽ നിന്ന് ഫിക്സ് ചെയ്ത റേഡിയൽ ലൈനിൽ ഫോർവേഡോ ബാക്ക്വേർഡോ മൂവ് ചെയ്തിട്ടാണ് കോണ്ടൂർ പോയിന്റ് ഫിക്സ് ചെയ്യുന്നത്. ഇത് മാത്രമാണ് റേഡിയൽ ലൈനിലുള്ള ഡയറക്റ്റ് മെത്തേഡ് ബൈ റേഡിയൽ ലൈനിലുള്ള വ്യത്യാസം. So select a point at the center of the area to be surveyed so that the all point can be commanded from at the point and relative position can be fixed. So first procedure എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഏരിയയുടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റും കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സെൻറ്റർ പോയിന്റ് ഫിക്സ് ചെയ്യുക. അതിൽ നിന്ന് നമ്പർ ഓഫ് റേഡിയൽ ലൈൻ ഫിക്സ് ചെയ്യുക. അതിനുശേഷമുള്ള പ്രൊസീജിയർ മുഴുവൻ ഡയറക്റ്റ് മെത്തേഡിൽ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ തന്നെയാണ് ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുക. ദി ഫസ്റ്റ് പോയിന്റ് ഈസ് ദെൻ ഫസ്റ്റ് ടെമ്പററി ബെഞ്ച് മാർക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ ഏരിയ വേർ കോണ്ടൂറിംഗ് ഈസ് ടു ബി ഡൺ ബൈ റണ്ണിംഗ് ദി ഫ്ലൈ ലെവൽ ഫ്രം ദി പെർമനൻറ്റ് ബെഞ്ച് മാർക്ക്. ദ ലെവൽ ഈസ് ടു ബി സെറ്റ് അപ്പ് അറ്റ് ദ പൊസിഷൻ വേർ ദി മാക്സിമം ഏരിയ ടു ബി വിസിബിൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പെർമനൻറ്റ് ബെഞ്ച് മാർക്കിൽ നിന്ന് ഒരു ഫ്ലൈ ലെവൽ റൺ ചെയ്ത് ടെമ്പററി ബെഞ്ച് മാർക്ക് ഏത് ഏരിയ ആണോ കോണ്ടൂർ ചെയ്യുന്നത് ആ ഏരിയയുടെ നിയർ ബൈ ആയി ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുക. മാക്സിമം ഏരിയ കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ബാക്ക് സൈഡ് ടേക്കൺ ഓൺ ദി ബെഞ്ച് മാർക്ക് ഫ്രം ദാറ്റ് കാൽക്കുലേറ്റിംഗ് ദി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം ബെഞ്ച് മാർക്കിലേക്ക് ഒരു ബാക്ക് സൈറ്റ് എടുക്കുക. ആ റീഡിങ്ങിൽ നിന്ന് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കുക. ടു കാൽക്കുലേറ്റിംഗ് ദി പോയിന്റ് അലോങ് ദി പെർട്ടിക്കുലർ കോണ്ടൂർ റിക്വയർഡ് സ്റ്റാഫ് റീഡിംഗ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ബൈ സബ്ട്രാക്റ്റിംഗ് ദി റെഡ്യൂസർ ലെവൽ ഫ്രം ദി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. സ്റ്റാഫ് റീഡിംഗ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് കോണ്ടൂറിൻ്റെ റെഡ്യൂസർ ലെവൽ മൈനസ് ചെയ്യുക. സ്റ്റാഫ് റീഡിംഗ് എത്രയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഹോൾഡ് ദി സ്റ്റാഫ് വെർട്ടിക്കലി ആൻഡ് മൂവ് അപ്പ് ആൻഡ് ഡൗൺ അലോങ് ദി റേഡിയൽ ലൈൻ അണ്ടിൽ ദ റിക്വയർഡ് റെഡ്യൂസ് ലെവൽ ഈസ് ഫൗണ്ട്. മെഷർ ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി സെൻറ്റർ ആൻഡ് ലൊക്കേറ്റ് ഇറ്റ് ഓൺ ദി മാപ്പ്. ഏത് റെഡ്യൂസർ ലെവലാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം സ്റ്റാഫ് റീഡിംഗ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് റെഡ്യൂസർ ലെവൽ ഓഫ് ദി കോണ്ടൂർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫ് റീഡിംഗ് കിട്ടും. ദെൻ സ്റ്റാഫ് റീഡിംഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് റേഡിയൽ ലൈനിൽ നിന്ന് ഫോർവേഡോ ബാക്ക്വേഡോ മൂവ് ചെയ്ത് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള കോണ്ടൂറിൻ്റെ റെഡ്യൂസ് ലെവൽ വരുന്നത് വരെ അല്ലെങ്കിൽ സ്റ്റാഫ് റീഡിംഗ് കിട്ടുന്നത് വരെ മൂവ് ചെയ്യുക. മൂവ് ചെയ്ത് പോയിന്റ് ഫിക്സ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൂടി മെഷർ ചെയ്ത് മാപ്പിൽ പ്ലോട്ട് ചെയ്യുക. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റേഡിയൽ ലൈനിൽ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് നമ്പർ ഓഫ് റേഡിയൽ ലൈനാണ് റൺ ചെയ്യുന്നത്. സ്റ്റാഫ് റീഡിംഗ് ഈ റേഡിയൽ ലൈനിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷൻ ഇല്ല. നമുക്ക് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ മൂവ് ചെയ്ത് റാൻഡമായി കണ്ടുപിടിക്കുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ്. റേഡിയൽ ലൈൻ മെത്തേഡിൽ റേഡിയൽ ലൈനിലൂടെ മാത്രമേ നമ്മൾ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുന്നുള്ളൂ എന്നതാണ്. സെൻറ്ററിൽ നിന്ന് റേഡിയൽ ലൈൻ ആ പോയിന്റ് ഫിക്സ് ചെയ്തതിലേക്കുള്ള ഹൊറിസോണൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദെൻ റേഡിയൽ ലൈനുള്ള റെഡ്യൂസ് ലെവലും കണ്ടുപിടിക്കുക. അത് മാപ്പിൽ പ്ലോട്ട് ചെയ്ത് പിന്നീട് ഇമേജിനറി ലൈൻ കണ്ടുപിടിച്ച് ജോയിൻ ചെയ്ത് വരയ്ക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പാണ്. ദെൻ മെത്തേഡ് ഓഫ് കോണ്ടൂർ. യൂസസ് ഓഫ് ദി കോണ്ടൂർ മാപ്പ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. റിസർവോയറിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കുന്നതിന്, ഒരു ടോട്ടൽ ഒരു ഏരിയയുടെ ടോപ്പോഗ്രഫി മനസ്സിലാക്കുന്നതിന്, കാച്ച്മെൻറ്റ് ബേസിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം മനസ്സിലാക്കുന്നതിന് വേണ്ടി, ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ 2 പോയിൻറ്റിൻ്റെ ഇൻ്റർവിസിബിലിറ്റി, അങ്ങനെ നമ്പർ ഓഫ് യൂസസ് ഉണ്ട്. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കോണ്ടൂർ മാപ്പ് പ്ലോട്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദി മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്. കോണ്ടൂറിൻ്റെ മെയിൻ മെത്തേഡുകൾ ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ്, ദെൻ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്ങും സെക്കൻഡ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റേഡിയൽ ലൈനും. സോ അതിൻ്റെ പ്രൊസീജിയറും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ പ്രൊസീജിയർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.